ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. മാഷെ, ദേവൻ അമ്പലത്തിലൊന്നും എത്തിയിട്ടില്ല, വീട്ടിലും എത്തിയിട്ടില്ല. ഇനി അന്വേഷിക്കാൻ ഈ കരയിൽ ഒരു സ്ഥലവും ബാക്കിയില്ല. ചതി ഉണ്ടാവുമെന്ന് മനസ്സിൽ തോന്നിയിരുന്നു. പക്ഷേ അത് ദേവനിലൂടെ ആയിരിക്കും പ്രതീക്ഷിച്ചില്ല. ബാലമാമ വിഷമിക്കല്ലേ, ദേവൻ ചേട്ടൻ വരും. അവനിനി എപ്പോ വരാനാ മോളെ? ബാല, ഒന്നാം തൊഴിൽ ദേവനെ വല്ലാൻ ആരുമില്ല. അല്ല, ഇവിടെ മറ്റാരുമില്ലേ പകരം നമുക്ക് വേണ്ടി കൊണ്ടുവരാൻ? ഒരുപാട് പേരെ കിട്ടും, പക്ഷെ ഇപ്പൊ കിട്ടില്ല. അരമണിക്കൂർ കഴിഞ്ഞാ പങ്കായക്കാരന് പങ്കായം കൈമാറുന്ന ചടങ്ങാ. പിന്നെ ഒന്നാം തുഴക്കാരന് തുഴ കൈമാറും. ഈ സമയത്തിനിടയിൽ ഇനി ആരെ കണ്ടെത്താനാ? ബാലമാമ, പണ്ടൊരു പടഹാരം തൊമ്മിയെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് അയാളെ വിളിച്ചായിരുന്നോ? അയാള് മരിച്ചിട്ട് കൊല്ലം 8 മോളെ. ബാല, തൊമ്മിക്കൊരു മകനുണ്ട്, പടകാരൻ പപ്പൻ. പപ്പനെ ഒന്നാം തുഴക്കാരനാക്കണമെന്ന് മാഷ് പറഞ്ഞതാ. പക്ഷെ കമ്മിറ്റിക്കാരും കൂടെ നിന്നില്ല. ഇനിയൊന്നും നോക്കണ്ട, പപ്പനെ തന്നെ കിട്ടുമോ നോക്ക്. അവനൊരു മൂശേട്ടയാ, അവൻ വരത്തില്ല. ഞാൻ പോയി വിളിച്ചു നോക്കാച്ചാ. ഞാനും കൂടി വരാം. കാലിൽ വീണിട്ടായാലും പപ്പനെ കൊണ്ടുവരാം. വേണ്ടച്ചാ, ഞാൻ പൊയ്ക്കോളാം. മോന്റെ കൂടെ ഞാനും വരാം. ഗോവിന്ദമാമേ, ആ കൊച്ചേട്ടൻ്റെ കൂടെ ഞാൻ പോയിക്കോളാം. ഈ പപ്പൻ ചേട്ടന്റെ ഭാര്യ സീന ചേച്ചി എന്റെ കസ്റ്റമറാ. ശരി മോളെ. എന്നാ കകുതി വാ. ഇവിടെ വാടാ. ഇന്നത്തേക്കായി ഇവനെ അങ്ങ് മുളകിടാം. ആരാ? ഞങ്ങള് ആയിരപ്പറയണം. എന്താ കാര്യം? പപ്പൻ ചേട്ടാ ആയിരപ്പറ ചുണ്ടിന് നടക്കുന്നത് ചേട്ടൻ അറിയാലോ അല്ലേ? അറിയാം. അതിലെനിക്കെന്താ? നിങ്ങൾ ചുണ്ടൻ ഇറക്കുവോ മുക്കുവോ എന്താന്ന് വെച്ചാ ചെയ്തു. പപ്പൻ ചേട്ടാ പ്ലീസ്, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുവാടേ ഇത്? വലിയ ശല്യമായല്ലോ. ഇത് ആയിരപ്പറയിലെ ബാലമാഷിന്റെ മോന. കൊച്ചെ, നിങ്ങൾ വീട്ടുവശേഷം പറയാൻ വന്നാണോ? അല്ല ചേട്ടാ, പിന്നെ ആയിരപ്പറ ചുണ്ടന്റെ ഒന്നാം തുഴക്കാരനെ ഈ അവസാന നിമിഷം കാണാനില്ല. കാണാതാവുന്നവരൊക്കെ തപ്പിയെടുക്കുന്നത് ഞാനാണോ? നിങ്ങൾ സ്റ്റേഷൻ ചെന്ന് പറ. എനിക്കതല്ല പണി. പപ്പൻ ചേട്ടാ, ചേട്ടനൊന്ന് വന്നു കഴിഞ്ഞാ ആയിരപ്പറ ചുണ്ടൻ ജയിക്കുന്നുള്ളത് ഉറപ്പാ. അതിപ്പോഴാണോ നിങ്ങൾക്ക് തോന്നിയേ? അല്ല ചേട്ടാ, പിന്നെ കമ്മിറ്റിയില് അച്ഛൻ ചേട്ടന്റെ പേരാ ഒന്നാം തുഴക്കാരനായിട്ട് പറഞ്ഞത്. കമ്മിറ്റിയിലെ ചിലരുടെ എതിർപ്പ് കാരണോ ചേട്ടനെ വിളിക്കായിരുന്നു. എനിക്കറിയാം ഈ കരയിലെ പല നാറുകൾക്കും എന്നെ ഇഷ്ടമല്ലെന്ന്. അതുകൊണ്ട് ഞാനിപ്പോ ഒന്ന് ചുണ്ടനെ കയറും നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ ചെല്ലു മക്കളെ. ചേട്ടാ പ്ലീസ്.
ചേട്ടാ ചോദിക്ക്. ചേട്ടാ, ഈ ബാലമാമനും തൊമ്മിച്ചേട്ടനും തമ്മിലുള്ള ബന്ധം ചേട്ടൻ അറിയാവുന്നല്ലേ? ഇത്രയും വർഷം കഴിഞ്ഞ് ആയിരപ്പറച്ചുണ്ടൻ ഇറങ്ങുമ്പോ തൊമ്മിച്ചേട്ടന് പകരം പപ്പൻ ചേട്ടൻ ഉണ്ടാവണം. ചേട്ടനുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടനായിരിക്കും ജയിക്കുക. ബാലമാമൻ നേരിട്ട് ചേട്ടനെ കാണാൻ വരാൻ വേണ്ടി ഇരുന്നതാ. ഞങ്ങളാ പറഞ്ഞത് വേണ്ടാന്ന്. ചേട്ടനെ പ്രതീക്ഷിച്ചിരിക്കുക, ഒരു ചുണ്ടനും അതിലെ തുഴക്കാരും. ചേട്ടൻ വരണം. ഞങ്ങളുടെ ഒന്നാം തുഴക്കാരൻ ചതിച്ചതാ. ബാലമാമൻ എപ്പോഴും പറയാറുണ്ട്, നേരും നിറയുള്ളവർക്കെ ചുണ്ടനിറക്കി ജയിക്കാൻ കഴിയുമെന്ന്. പ്ലീസ് ചേട്ടാ. നോക്കാം. പിന്നെ മോനെ വാവുക്കുട്ട, ഡാ തുഴ കൊടുക്കാൻ സമയമായി. നമുക്ക് അങ്ങോട്ട് പോയാലോ? എങ്കിൽ നമുക്ക് ആ തുഴ കൊടുക്കുന്നിടം വരെ പോയിട്ട് വരാം. ആയിക്കോട്ടെ, പോവാം. വാ വാ, പെട്ടെന്ന് പോവാം അങ്ങോട്ട്. ഇല്ലെങ്കിലേ എന്തോരം ജനാ നോക്കി. എടാ, നിന്റെ അച്ഛനെ കാണുന്നില്ലല്ലോ. എടാ, ആയിരപ്പറച്ചുണ്ട് ഇറങ്ങും. അങ്ങോട്ട് നോക്കി. ഗാലറി തുഴക്കാരൻ വേണ്ടേ? ചേച്ചി അവിടെ നോക്കി നോക്ക്. രമേശേട്ടാ, നമുക്ക് നമ്മുടെ ചുണ്ടന്റെ അടുത്ത് പോണ്ടേ? അതിന് പോവാൻ സമയമായോ? സമയം നോക്കി ഇവിടെ ഇരുന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അല്ല, അത് പോവാം. അമ്മേ, തൊഴ കൊടുക്കാൻ സമയായി. നമുക്ക് അങ്ങോട്ട് പോവാം. പോവാം. എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ രുദ്രമാണിക്യം ചുണ്ടൻ തന്നെ അങ്ങ് ഒന്നാമതെത്തണം. ഇന്ന് രാത്രി ഈ കര മുഴുവൻ നമ്മുടെ വിജയം അങ്ങ് ആഘോഷിക്കണം. അതിനൊരു സംശയം വേണ്ട രുദ്ര. വിജയമേ നമ്മുടെ ചുണ്ടന് തന്നെയാ. ബാബുക്കുട്ട, ആ മാഷും പരിവാരങ്ങളും മുങ്ങിയെന്നാ തോന്നുന്നത്. ഒന്നിനെ കാണുന്നില്ലോടാ. ഈ ബാബുക്കുട്ടിന് ഒരു കാര്യം തീരുമാനിച്ച ചിറ്റപ്പന അറിയാലോ. രുദ്രന് ഞാൻ കൊടുത്ത വാക്ക, ആയിരപ്പുറ ചുണ്ടൻ തന്നെ ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്യുമെന്ന്. അല്ലടാ, പിന്നല്ല,